നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടെല്ലാം മാറുന്നു. ഈ പ്രണയബന്ധത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിലെ ശുദ്ധിയാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നല്ലൊരു ഒബ്സർവർ ആണ്, നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തി നന്നായി തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സവിശേഷത, നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളുടെ വ്യത്യസ്തത, സ്വഭാവ രീതി, മനഃശുദ്ധി, ഉദ്ദേശം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്നായി തന്നെ നിങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ മനസ്സ് തുറന്നുള്ള ഒരു സംസാരത്തിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും മാറി നിന്നുകൊണ്ട്, അതായത് ദൂരേക്ക് മാറി നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് നന്നായി നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് നന്നായി മറ്റുള്ളവരോട് നന്നായി തന്നെ അന്വേഷിക്കുന്നുണ്ടാകാം. മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയിലേക്ക് ഈ വ്യക്തി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രണയബന്ധത്തിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങളും നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളും ഈ പ്രണയബന്ധത്തിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ എന്നുള്ള രീതിയിലാണ് അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ ഈ പ്രണയബന്ധത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ക്ഷണിക്കപ്പെടാത്ത ചില നെഗറ്റീവായിട്ടുള്ള അതിഥികൾ നല്ല രീതിയിൽ തന്നെ ഈ പ്രണയബന്ധത്തിൽ മോശപ്പെട്ട ഊർജത്തിലേക്ക് കൊണ്ടുപോവുകയും ഈ പ്രണയബന്ധത്തിന്റെ എന്നേക്കുമായുള്ള പവിത്രതയെ നശിപ്പിച്ചെടുക്കുവാനുമാണ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ എവിടേക്കോ ശത്രുക്കളുടെ ഉദ്ദേശം എന്താണോ അത് നടക്കുക തന്നെ ചെയ്തു, പൂർത്തിയാവുക തന്നെ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുമായി ഇപ്പോൾ ഉടനെ തന്നെ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായിരുന്ന ഈ വ്യക്തി ഇപ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞതായോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീടാകട്ടെ എന്നോ, കുറച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ആലോചിക്കാമെന്നോ, അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിന്റെ കാര്യത്തിലോ നിങ്ങളുടെ കാര്യത്തിലോ കുറച്ചധികം എനിക്ക് വ്യക്തത വേണമെന്ന് ഉള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു സ്വഭാവ രീതി ഉണ്ടായപ്പോൾ ഉറപ്പായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുടെയും മനസ്സ് വളരെയധികം ഇരുട്ടിലേക്ക് പോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം തന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ സ്നേഹിത തന്നെ അതായത് നിങ്ങളെ തന്നെ സംശയിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തി മാറി നിരീക്ഷിക്കുകയായിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്ചര്യത്തോടു കൂടിയും മനസ്സിന് ഒരുപാട് ധൈര്യം ഉണ്ടാക്കിയെടുത്തും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പിന്മാറുവാൻ ഈ വ്യക്തി തയ്യാറല്ല. പുറകിലേക്ക് പോകാൻ ഈ വ്യക്തിക്ക് ഇഷ്ടവുമല്ല. എങ്കിൽ പോലും ഈ പ്രണയബന്ധത്തെ ഈ വ്യക്തി പല വിധത്തിലും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മറ്റുള്ളവർ പറഞ്ഞു പരത്തിയ കഥകൾ വെച്ചിട്ട് നിങ്ങളോട് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ മാറി നിന്ന് നിരീക്ഷിക്കുക, ഇത്തരം കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഈ പ്രണയബന്ധത്തിൽ എന്നാൽ ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയപ്പോൾ ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം മറ്റാരുടെ മുന്നിലും ഈ വ്യക്തിക്ക് നന്നായി നിൽക്കുവാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തിയുടെ മുന്നിലും മറ്റുള്ളവർ അത്രയും അങ്ങോട്ട് സത്യസന്ധമായി നിൽക്കുന്നതുമില്ല. അതുകൊണ്ട് ഈ വ്യക്തിയുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധമായി നിന്നിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും മുന്നോട്ട് പോയിട്ടുള്ളതും നിങ്ങൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു പോംവഴി ഉണ്ടാക്കുക, അതായത് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില ചട്ടക്കൂടുകളുണ്ട്. അതായത് 4 ദിക്കിലും ചില ബ്ലോക്കേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വശം വീട്ടുകാരായിരിക്കാം, ഒരു വശത്ത് മറ്റാരെങ്കിലും ആയിരിക്കാം, മറുവശത്ത് ശത്രുക്കളായിരിക്കാം. എന്നിങ്ങനെയുള്ള 4 ദിക്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. അത്തരം സാഹചര്യത്തിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യവും അല്ല. എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഹൃദയത്തെ നല്ല രീതിയിൽ തന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഇനി അങ്ങോട്ട് ഈ വ്യക്തി പ്രവർത്തിക്കുവാനും സംസാരിക്കുവാനും ജീവിക്കാനും പോകുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുഴുവനുമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതും മോഹിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രണയബന്ധത്തിൽ ഇന്നും ബാക്കിയാണ്. അതിൽ യാതൊരു കാര്യവും ഈ വ്യക്തി യാഥാർത്ഥ്യമാക്കി തന്നിട്ടുമില്ല. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഈ വ്യക്തി മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ ഓരോന്നോരോന്നായി വരും കാല ദിവസങ്ങളിലോ ഭാവിയിലോ നിങ്ങൾക്ക് ഈ വ്യക്തി എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി തരുന്നതായിരിക്കും. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു തരത്തിലും മറ്റാരെയും ചതിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടിട്ട് മാത്രം സ്നേഹിക്കുവാനോ കഴിയുകയില്ല. അതായത് ഒരുപാട് തരത്തിലുള്ള നിങ്ങൾക്ക് വേണ്ടത് ആത്മാർത്ഥ സ്നേഹം മാത്രമാണ്. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വ്യക്തികളുടെ സ്വഭാവവും എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഇവിടെ ആത്മാർത്ഥ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഏതറ്റവും വരെയും പോകുന്നതും എന്ത് വേണമെങ്കിലും ത്യജിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ആത്മാർത്ഥ സ്നേഹം ഇന്നേ വരെ ലഭിക്കാനോ അത് അനുഭവിക്കാനോ ഉള്ള കഴിവ് അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കാണപ്പെടുന്നത്. ആ ഒരു അവസ്ഥ സത്യമാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ടുള്ള രീതിയിൽ നിങ്ങളെ നോക്കുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സിംഹത്തിന്റെ, അതായത് ലിയോ ഊർജത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു വരുവാൻ പോകുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഈ വ്യക്തിക്ക് നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വായനയിൽ വളരെ വ്യക്തമായും സ്പഷ്ടമായും കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ തടസ്സങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അവിടെ സ്വാതന്ത്ര്യവും പ്രണയവും കൊണ്ടുവരാൻ ഈ വ്യക്തി നന്നായി തന്നെ പരിശ്രമിക്കുക തന്നെ ചെയ്യും. ഈ ബന്ധത്തിന്റെ പവിത്രത കുറച്ചും കൂടി നന്നായി ഊട്ടിയുറപ്പിക്കുവാനും ആ പവിത്രതയെ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാനും തന്നെയാണ് ഈ വ്യക്തിയുടെ തീരുമാനം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും പുറകിലേക്ക് പോകാൻ ഈ വ്യക്തി തയ്യാറല്ല. ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളോടും വാഗ്ദാനങ്ങളോടും 100% നീതി പുലർത്തുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാലാഖമാർ നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് എന്നാണ്. അതായത് നന്നായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മാലാഖമാർ നിങ്ങളോട് പറയുന്നത്. ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിലൂടെ മാത്രമാണ് അത്രയും പ്രധാനപ്പെട്ട ഓരോ നേട്ടങ്ങൾ ഈ പ്രണയബന്ധത്തിൽ കൊണ്ടുവരാൻ സാധിക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരെ ഏതെങ്കിലും സ്ഥലത്തിരുന്നു കൊണ്ട് വിഷമിച്ചു തീർക്കുവാൻ ഈ വ്യക്തി തയ്യാറല്ല. ആകെയുള്ളൊരു ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കാൻ നിങ്ങളും തയ്യാറല്ല. എന്തു തന്നെ ആയാലും രണ്ടുപേരും ഈ പ്രണയബന്ധത്തിന്റെ പവിത്രതയെ നന്നായി തന്നെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട്
നല്ല രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.